തിങ്കളാഴ്ച ഇവിടെ ആദരണീയനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അയ്യോ കുഴപ്പമായി, ഓടിയാലോ? വേണ്ട, അവള് നമ്മളെ പറ്റിയാ പറഞ്ഞത്, നമ്മളെ പറ്റിയല്ല, നിന്നെ പറ്റി. അദ്ദേഹം ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളവും മലിനജലവുമായി കടന്നു വന്നിട്ട് ഞങ്ങളുടെ ASFന്റെ AYFന്റെ പ്രവർത്തകരെ പോലീസ് ഈ വെള്ളമുള്ള ജലപീരങ്കി ഉപയോഗിച്ച് ആക്രമിച്ചുവെന്ന് ആശങ്കപ്പെടുന്നത് കണ്ടു. എന്റെ കൊച്ചേട്ട നിങ്ങൾക്കും കൂടിയോ? 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? ഈ വെള്ളമാണ് ഈ ചീറ്റിയത്. ഇത് തീർത്തും കലക്ക വെള്ളമാണ്. ഏതോ തോട്ടിൽ നിന്ന് എടുത്ത വെള്ളമായിരിക്കും. അതെ, എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഈ പ്ലേയുടെ ഉദ്ദേശം എന്താണ്? ഇത് അമീബിക് മസ്തിഷ്ക ജ്വരമടക്കം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെള്ളമായിരിക്കും. അത്തരത്തിലുള്ള ഒരു വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യം എന്താണ്? സാധാരണ വെള്ളം തന്നെ ഉപയോഗിക്കാറ്. ഇതാണ് പ്രശ്നം. എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്! എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. തങ്ങളുടെ കുട്ടികൾക്ക് വേദനിച്ചപ്പോൾ ഒരു പിതാവിന്റെ ഒരു കരുതൽ അദ്ദേഹത്തിന്റെ മനസ്സിലുണർന്നു. ഞങ്ങൾ ഉണർന്നു കഴിഞ്ഞു. ഞങ്ങളുടെ പാർട്ടി ഇതുവരെ ഒരു ലക്ഷ്യബോധമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോഴൊരു ലക്ഷ്യമായി. അദ്ദേഹത്തിന്റെ മനസ്സിൽ സഹജീവികളോടുള്ള ഒരു സ്നേഹമുണ്ടായി. ദീർഘമായ 10 വർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യ സഹജമായ ആ വികാരങ്ങൾ ആ മനുഷ്യനിൽ ഉണ്ടായത്. നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കിയതാ. കണ്ടിട്ട് ആളൊരു മിടുക്കനാണെന്ന് തോന്നല്ലേ? സംശയമുണ്ടോ? ആള് നല്ല മിടുക്കനാ. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം അങ്ങനെ ഒരു വികാരം അദ്ദേഹത്തിനുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. മലയാളികൾ അങ്ങനെയാണല്ല, ആരിൽ നിന്നും ഒന്നും പഠിക്കില്ല, മറ്റുള്ളവർക്ക് പലതും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ, ജനാധിപത്യപരമായി മൗലിക അവകാശം ഉപയോഗിച്ച് സമരം ചെയ്തതിന്റെ പേരിൽ എത്രയോ ചെറുപ്പക്കാരുടെ തലയാണ് സാർ തല്ലി തകർത്തത്. ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ. നീ എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി ഞങ്ങളുടെ തല തല്ലി പൊളിച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. എന്റെ ഭയ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. പിന്നീട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അത് രക്ഷാപ്രവർത്തനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ എന്ത് ദ്രോഹാടോ? സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ ആക്ടിങ്? കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ ഇവിടെ നിന്ന് എന്നെ പോലൊരു സാധാരണക്കാരന് സംസാരിക്കുവാൻ അവസരമൊരുക്കിയതിന് ഒരു കാരണമാ രക്ഷാപ്രവർത്തനമാണ് സാർ. അങ്ങനെ ആ സമരം ചെയ്ത, ജനാധിപത്യപരമായ അവകാശം വിനിയോഗിച്ച, മൗലികമായ അവകാശം വിനിയോഗിച്ച ചെറുപ്പക്കാരുടെ തല തല്ലി തകർത്തിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ ഇന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മലിനജലം ഉപയോഗിച്ച് ആക്രമിച്ചു പോലും. ഇതൊക്കെ ആരെയാണ് സാർ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയുന്നത്? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവേ, അങ്ങയുടെ കാലത്ത് ആയിരക്കണക്കിന് അമ്മമാരുടെ കണ്ണുനീർ ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വീണിട്ടുണ്ട്. അതിന്റെ എല്ലാം ശാപം നിങ്ങളെ വിടാതെ പിന്തുടരുകയാണ് സാർ. സമാധാനമായ